നമസ്കാരം. ലേറ്റ് എഡിഷൻ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. സുപ്രധാന വിധി നാളെ. നടിയെ ആക്രമിച്ച കേസിൽ നാളെ വിധി. 7.5 വർഷത്തെ വിചാരണയ്ക്ക് ശേഷം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുന്നത്. ദിലീപ് ഉൾപ്പെടെ മുഴുവൻ പ്രതികളും നാളെ വിചാരണ കോടതിയിൽ ഹാജരാകും. നീതിക്ക് വേണ്ടി അതിജീവിത നടത്തിയ ഐതിഹാസിക പോരാട്ടം ഫലം കാണുമെന്ന പ്രതീക്ഷയിലാണ് നാട്. 7.5 വർഷത്തെ വിചാരണക്കൊടുവിലാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ നാളെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുന്നത്. കേസിലാകെ 10 പ്രതികൾ. ബലാത്സംഗ കൊട്ടേഷന് ഗൂഢാലോചന നടത്തിയത് 8ാം പ്രതി നടൻ ദിലീപ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 1ാം പ്രതി പൾസർ സുനിക്ക് 1.5 കോടിയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയത്. നിയമപോരാട്ടം വിജയം കാണുമെന്ന് അതിജീവിതയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് TB മിനി. ഞങ്ങളെല്ലാ പ്രതികൾക്ക് ശിക്ഷ കിട്ടും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് കാരണം അതിൻ്റെ ഒരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ അത്രമാത്രം തെളിവുകൾ ഞങ്ങൾ പ്രോസിക്യൂഷൻ സൈഡിൽ നിന്ന് ഹാജരാക്കിയിട്ടുണ്ട്. 8ാം പ്രതി വന്നപ്പോഴാണല്ലോ ഈ കോൺസ്പിറസിയുടെ ഭാഗം വരികയും അതുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ കേസിന് ഇത്രയധികം നീണ്ടുപോകാനുള്ള ഒരു കാരണം ഉണ്ടായത്. പൾസർ സുനിക്ക് പുറമെ മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ, VP വിജീഷ്, സലീം എന്ന വടിവാൾ സലീം, പ്രദീപ് എന്നിവരാണ് കൃത്യത്തിൽ നേരിട്ടേർപ്പെട്ടവർ. എന്നാൽ പ്രതികൾക്കെതിരെ പ്രാഥമിക തെളിവ് പോലുമില്ലെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. ഒരു പങ്കുമില്ല പൾസർ സുനിക്ക്. പൾസർ സുനിയെ തെറ്റിദ്ധാരണയുടെ പേരിൽ അവനെ കുടുക്കിയതാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ല, ദിലീപിനെ പരിചയമില്ല എന്ന് പറയുന്നില്ല. കാരണം മുകേഷിൻ്റെ ഡ്രൈവറായിരുന്നു പൾസർ സുനി ഒരുപാട് വർഷം. ഉറപ്പായിട്ടും മേൽക്കോടതിയെ സമീപിക്കും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശിക്ഷ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. 261 സാക്ഷികൾ. പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് 833 രേഖകൾ. ആകെ 1700 രേഖകളും 142 തൊണ്ടിമുതലുകളും. സാഹചര്യ തെളിവും ശാസ്ത്രീയ തെളിവുമാണ് പ്രോസിക്യൂഷന്റെ ആയുധം. വിചാരണ കോടതി മുതൽ രാഷ്ട്രപതി ഓഫീസ് വരെ എത്തിയ കേസിന്റെ വിധി എന്താകുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഇനിയുള്ള മണിക്കൂറുകൾ. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ നാളെ വിധി വരാനിരിക്കെ അന്വേഷണ സംഘത്തിന്റെ നിർണായക കണ്ടെത്തലുകൾ പുറത്ത്. നടിയെ ആക്രമിക്കാൻ പൾസർ സുനി മുമ്പും ശ്രമം നടത്തിയതിന് തെളിവുണ്ട് എന്നാണ് കണ്ടെത്തൽ. പൾസർ സുനിക്ക് ദിലീപ് 1.5 കോടി രൂപയുടെ ക്വട്ടേഷൻ നൽകിയെന്നും കേസ് അട്ടിമറിക്കാൻ ദിലീപ് ശ്രമം നടത്തിയെന്നും അന്വേഷണ സംഘം പറയുന്നു. കാവ്യയുമായുള്ള ബന്ധം തന്നെ ആദ്യം അറിയിച്ചത് അതിജീവിതയാണ് എന്ന് ദിലീപ് സംശയിച്ചിരുന്നതായി മഞ്ജു വാര്യർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് പ്രോസിക്യൂഷൻ. ദിലീപിനെതിരെ പരമാവധി തെളിവുകളുണ്ടെന്നാണ് കണ്ടെത്തൽ. അന്വേഷണം അട്ടിമറിക്കാൻ ദിലീപ് വ്യാജ വാട്സപ്പ് ഗ്രൂപ്പ് നിർമ്മിച്ചു. ദിലീപിനെ പൂട്ടണം എന്നായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേര്. തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമം. മഞ്ജു വാര്യരുടെയും ADGP B സന്ധ്യയുടെയും വ്യാജ പ്രൊഫൈലുകൾ ഉൾപ്പെടുത്തിയായിരുന്നു ഗ്രൂപ്പ്. 3 സിനിമാ ലൊക്കേഷനിലടക്കം 8 ഇടങ്ങളിൽ വെച്ച് ദിലീപും പൾസർ സുനിയും തമ്മിൽ ഗൂഢാലോചന നടത്തി. ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ തെളിവ് നിർണായകമാണ്. 1.5 കോടിയുടേതായിരുന്നു കൊട്ടേഷൻ. കേസായാൽ 3.5 കോടി തരാമെന്നും ദിലീപ് പറഞ്ഞെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. കേസിന്റെ വിചാരണ അട്ടിമറിക്കാൻ ദിലീപ് ശ്രമിച്ചുവെന്ന് അന്വേഷണ സംഘം പറയുന്നു. സാക്ഷികളെ സ്വാധീനിക്കാൻ ആസൂത്രിത നീക്കങ്ങൾ നടത്തി. സാക്ഷികളെ മൊഴിപെടുപ്പിക്കാൻ ശ്രമിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥരെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കാവ്യ മാധവനുമായുള്ള ബന്ധം തന്നെ ആദ്യം അറിയിച്ചത് അതിജീവിതയാണെന്ന് ദിലീപ് സംശയിച്ചിരുന്നതായി മഞ്ജു വാര്യർ നൽകിയ മൊഴിയും പ്രോസിക്യൂഷന്റെ പിടിവള്ളിയാണ്. എല്ലാ പ്രതികൾക്കും പരമാവധി ശിക്ഷ ഉറപ്പിക്കാനുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ. തെളിവുകളെല്ലാം കെട്ടിച്ചമച്ചതാണെന്ന് പ്രതിഭാഗവും ആരോപിക്കുന്നു. നീതി ആർക്കൊപ്പമെന്നറിയാൻ മണിക്കൂറുകൾ മാത്രം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. നടിയെ ആക്രമിച്ച കേസിൽ വിധി പറയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അതിജീവിതയ്ക്ക് പിന്തുണയറിയിച്ച WCC. അവൾക്കൊപ്പമെന്ന ഹാഷ്ടാഗിൽ പോസ്റ്റുമായി WCC. ശ്രീലക്ഷ്മി B പിള്ള കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ശ്രീലക്ഷ്മി, മുൻപും അവളോടൊപ്പം എന്ന തരത്തിലുള്ള ഹാഷ്ടാഗ് പോസ്റ്റ് WCC പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോൾ നാളെ വിധി വരാനിരിക്കെ ആണ് WCC വീണ്ടും ഇത്തരത്തിൽ പിന്തുണ അറിയിക്കുന്നത്. വിവരങ്ങൾ.
പ്രവിധ ഇപ്പൊ നാളെ വിധി വരാൻ ഇരിക്കുകയാണ്. ഇപ്പോൾ WCC പിന്തുണ അറിയിച്ചിരിക്കുന്നത്. അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗോടെയാണ് ഇപ്പോൾ പോസ്റ്റുമായി ഫേസ്ബുക്കിൽ പോസ്റ്റുമായി എത്തിയിരിക്കുന്നത്. പ്രധാനമായും പറയുന്നത് ഞങ്ങൾ അവൾക്കൊപ്പമാണ്, അതുപോലെ തന്നെ മറ്റ് അതിജീവിതമാർക്കും ഒപ്പമാണെന്നുള്ള പോസ്റ്റിലാണ് ഇപ്പോൾ WCC പോസ്റ്റ് ഇറക്കിയിരിക്കുന്നത്. ഈ നടി ആക്രമിച്ച ശേഷം ആണ് ഈ WCC സംഘടന വരുന്നത്. അതിനുശേഷം നടി ആക്രമിച്ചതിന് ശേഷമുള്ള അതിജീവിതം മുന്നോട്ട് വരികയും പരാതി കേസ് കൊടുക്കുകയൊക്കെ ചെയ്തതോടെയാണ് സിനിമാ ലോകത്ത് തന്നെ മറ്റൊരു സംഘടന ഉണ്ടാവുകയും പിന്നീട് ഈ പറയുന്ന സിനിമാ ലോകത്തുള്ള സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളും പ്രശ്നങ്ങളും എല്ലാം തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു സംഘടനയും അതിൽ നിരവധി പ്രതിനിധികളും ഉണ്ടാവുന്നത്. അവർ അന്ന് തൊട്ടേ നടി ആക്രമിച്ച ആ സംഭവം തൊട്ട് തന്നെ അതിജീവിതയ്ക്കൊപ്പമാണ് നിന്നത്. ഇപ്പോൾ വീണ്ടും നാളെ വിധി വരുന്ന സമയത്ത് വീണ്ടും ഞങ്ങൾ അവർക്കൊപ്പമെന്ന് അവർ വീണ്ടും ശക്തമായി തന്നെ പറയുകയാണ്. ഇത് എല്ലാ അതിജീവിതമാർക്കും ഞങ്ങൾ ഒപ്പം നിൽക്കുന്നു എന്ന രീതിയിലാണ് അവർ ഈ കുറിപ്പ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ യാത്ര ഒരിക്കലും എളുപ്പമായിരുന്നില്ല. ഇരയാക്കപ്പെട്ടതിൽ നിന്നും അതിജീവനത്തിലേക്കുള്ള ഈ യാത്ര എന്ന തലക്കെട്ടോടെയാണ് അവർ ഈ പോസ്റ്റ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. പ്രവിധ. ശ്രീ ശ്രീലക്ഷ്മിയാണ് വിവരങ്ങൾ നൽകിയത്. നാളെ വിധി വരാനിരിക്കെയാണ് അവൾക്കൊപ്പം എന്നുള്ള പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. WCC നടിയെ ആക്രമിച്ച കേസിൽ വിധി പറയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗിലാണ് പോസ്റ്റുമായി WCC ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മറ്റു വാർത്തകൾ നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയ്ക്ക് പങ്കെന്ന് ചൂണ്ടിക്കാട്ടി SITക്ക് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ കത്ത്. ഇടപാട് നടന്നത് 500 കോടി രൂപയ്ക്കെന്നും നേരിട്ടറിവുള്ള വ്യക്തിയെ അന്വേഷണവുമായി സഹകരിപ്പിക്കാമെന്നും രമേശ് ചെന്നിത്തല കത്തിൽ പറയുന്നു. ബുധനാഴ്ച രമേശ് ചെന്നിത്തല മൊഴി നൽകും. പുരാവസ്തുക്കളുടെ രാജ്യാന്തര കരിഞ്ചന്തയിൽ സ്വർണ്ണപ്പാളികളുടെ ഇടപാട് നടന്നുവെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. 500 കോടിയുടെ ഇടപാട് നടന്നുവെന്ന് അറിവ് കിട്ടി. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച അന്താരാഷ്ട്ര മാഫിയയെക്കുറിച്ച് അറിയാവുന്ന വ്യവസായിയാണ് ഇക്കാര്യം തന്നെ അറിയിച്ചത്. എൻ്റെ അടുക്കൽ വളരെ വ്യക്തമായ ഒരു വ്യവസായി ഇതിനെപ്പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ എന്നോട് പറഞ്ഞു. ഞാനത് ഒരു കത്ത് മുഖേന SIT അറിയിക്കുകയാണ്. എൻ്റെ കയ്യിൽ രേഖകളൊന്നുമില്ല. അദ്ദേഹം അത് SITയുടെ മുമ്പിൽ പറയാൻ തയ്യാറുമാണ്. അദ്ദേഹത്തിന് ഭയമുള്ളത് കൊണ്ടാണ് വെളിയിൽ പറയാത്തത്. ഏതായാലും ദ്വാരപാലക ശില്പങ്ങൾ മോഷ്ടിച്ച് ഇത് അന്തർദേശീയ ആൻറ്റിക്സ് മാഫിയയ്ക്ക് വിറ്റു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് 500 കോടി രൂപയെങ്കിലും അതിനാവുമെന്ന് പറയുന്നത്. ഭയം മൂലമാണ് വ്യവസായി ഇക്കാര്യങ്ങൾ തുറന്നു പറയാത്തത്. ഇതിൽ അന്വേഷണം ഉറപ്പു നൽകിയാൽ വ്യവസായിയെ അന്വേഷണവുമായി സഹകരിപ്പിക്കും. അപ്പോൾ ഈ വലിയൊരു മാഫിയ ഇതിൻ്റെ പിന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് ഞാൻ SIT കത്ത് കൊടുത്തത്. എന്നെ വിളിച്ചാൽ എന്നോട് ഇതാര് പറഞ്ഞു എന്ന് ഞാൻ പറയും. പുരാവസ്തു കടത്തിലെ മുഖ്യ സംഘാടകർ ഇപ്പോഴും അന്വേഷണ പരിധിക്ക് പുറത്താണെന്നും രമേശ് ചെന്നിത്തല ആരോപിക്കുന്നു. സംസ്ഥാനത്തെ ചില വ്യവസായികൾക്കും റാക്കറ്റുകൾക്കും കടത്തുമായി ബന്ധമുണ്ടെന്നും ആരോപണം. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തലവൻ ADGP വെങ്കിടേഷിനാണ് രമേശ് ചെന്നിത്തല കത്ത് നൽകിയത്. കത്തിന്റെ അടിസ്ഥാനത്തിൽ SIT സംഘം രമേശ് ചെന്നിത്തലയുമായി ഫോണിൽ സംസാരിച്ചു. ബുധനാഴ്ച മൊഴി നൽകാമെന്ന് രമേശ് ചെന്നിത്തല അന്വേഷണ സംഘത്തെ അറിയിച്ചു. 24 കൊട്ടാരക്കര. 6ാം ദിനവും യാത്രക്കാരെ വലച്ച് ഇൻഡിഗോ വിമാന സർവീസുകളിലെ പ്രതിസന്ധി തുടരുന്നു. കേരളത്തിൽ നിന്നുൾപ്പെടെ 650 സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. പ്രതിസന്ധി തുടരുമ്പോഴും 95% വിമാന സർവീസുകളും പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിഞ്ഞുവെന്നാണ് ഇൻഡിഗോയുടെ വിശദീകരണം. 6ാം ദിവസവും പല നഗരങ്ങളിലും ഇൻഡിഗോ വിമാനങ്ങൾ പറന്നില്ല. കേരളത്തിൽ നിന്നടക്കമുള്ള 650 വിമാന സർവീസുകളാണ് രാജ്യമെമ്പാടും ഇൻഡിഗോ ഇന്ന് റദ്ദാക്കിയത്. പ്രവർത്തനം സാധാരണ നിലയിലായി ഇന്ന് ഇൻഡിഗോ അവകാശപ്പെടുമ്പോഴാണ് കൂട്ടറദ്ദാക്കൽ തുടരുന്നത്. സർവീസ് നടത്തുന്ന 138 ഇടങ്ങളിൽ 137 പുനഃസ്ഥാപിച്ചതായാണ് ഇൻഡിഗോ വക്താവ് അറിയിച്ചത്. ഇന്ന് മാത്രം 1650-ലധികം സർവീസുകൾ നടത്തിയെന്നാണ് വിശദീകരണം. പ്രതിദിനം 2300 ആഭ്യന്തര സർവീസുകളാണ് ഇൻഡിഗോയ്ക്കുള്ളത്. കൃത്യസമയത്ത് പുറപ്പെട്ട വിമാനങ്ങളുടെ എണ്ണം ഇന്നലത്തെ 30%-ത്തിൽ നിന്ന് 75%-ആയി ഉയർന്നു. ഡിസംബർ 15 വരെയുള്ള ക്യാൻസലേഷനുകൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുമെന്നും ഇൻഡിഗോ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇതുവരെ 610 കോടി രൂപ ഉപഭോക്താക്കൾക്ക് മടക്കി നൽകിയതായും വ്യക്തമാക്കി. അതിനിടെ പ്രശ്നം മുതലെടുത്ത് മറ്റ് വിമാന കമ്പനികൾ വിമാന നിരക്ക് ഉയർത്തിയ വിഷയമടക്കം പരിശോധിക്കാനാണ് പാർലമെന്ററി സമിതിയുടെ തീരുമാനം. ഇതിനായി എല്ലാ വിമാന കമ്പനി അധികൃതരെയും DGCA പ്രതിനിധികളെയും വിളിപ്പിച്ചേക്കും. 24 ഡൽഹി. 7 ജില്ലകളിൽ മറ്റന്നാൾ വിധിയെഴുത്ത്. പഞ്ചായത്തിലോട്ട് കോ-സ്പോൺസേഡ് ബൈ വോക്കർ ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചാരണം കൊട്ടിക്കലാശിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളാണ് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി കോർപ്പറേഷനുകളിൽ ഉൾപ്പെടെ 1 മാസം നീണ്ട വാശിയേറിയ പ്രചാരണത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. വികസനം മുഖ്യ ചർച്ചയായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പിന്റെ വാശിയേറിയ പ്രചാരണത്തിന് സമാപനം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. പലയിടത്തായി പല കേന്ദ്രങ്ങളിൽ ആവേശത്തോടെ പ്രചാരണം കൊട്ടിക്കലാശിച്ചു. മുതൽ ഇടതുപക്ഷം ഭരിക്കുന്ന തിരുവനന്തപുരം, കൊല്ലം കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കാൻ UDF സംസ്ഥാന നേതാക്കൾ നേരിട്ട് പ്രചരണം നയിക്കുന്ന തിരുവനന്തപുരത്ത് ഇക്കുറി ജയിച്ചു തീരുവെന്ന വാശിയിലാണ് BJP. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ മത്സരം ഇത്തവണ പതിവിന് വിപരീതമായി അത്യന്തം വാശിയേറിയതാണ്. സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും പലയിടത്തായി കലാശക്കൊട്ടിന് ഒത്തുകൂടി. പ്രചാരണത്തിന്റെ അവസാന ദിവസം കോർപ്പറേഷനിലെയും ജില്ലാ പഞ്ചായത്തിലും സ്ഥാനാർത്ഥികൾ വാഹന പ്രചാരണം നടത്തി. ഗ്രാമീണ മേഖലകളിൽ കാൽനട പ്രകടനങ്ങൾ. അവസാന ദിവസം മുതിർന്ന നേതാക്കളെ പങ്കെടുപ്പിച്ചുള്ള പ്രചാരണത്തിൽ മുക്കിലും മൂലയിലും തിരഞ്ഞെടുപ്പ് ആവേശം. പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറിലും കൊച്ചി കോർപ്പറേഷനിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് LDF-ഉം UDF-ഉം. കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള അഭിമാന പോരാട്ടമാണ് കോട്ടയത്ത്. LDF-നുള്ള കുത്തക ആലപ്പുഴയിൽ അവസാനിപ്പിക്കുകയാണ് UDF ലക്ഷ്യമിടുന്നത്. 7 ജില്ലകളിലെ 471 ഗ്രാമപഞ്ചായത്തുകൾ, 75 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 7 ജില്ലാ പഞ്ചായത്തുകൾ, 39 നഗരസഭ, 3 കോർപ്പറേഷൻ, 1,32,00,000-ലേറെ പേർ ചൊവ്വാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. വ്യാഴാഴ്ചയാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. പാർലമെന്റിലെ UDF MPമാരുടെ പ്രകടനം സംബന്ധിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പരസ്യ സംവാദത്തിനുള്ള വെല്ലുവിളി ഏറ്റെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമയവും തീയതിയും അറിയിച്ചാൽ മതിയെന്നാണ് കോഴിക്കോട് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി തയ്യാറെങ്കിൽ നാളെ തന്നെ സംവാദം നടത്താമെന്ന് KC വേണുഗോപാലും പിന്നീട് പ്രതികരിച്ചു. കേരളത്തിന്റെ വികസന വിഷയങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുന്നതിൽ UDF MPമാർ പരാജയപ്പെട്ടുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് വാഗ്പോരിന് തുടക്കമിട്ടത്. എന്നാലേ മുഖ്യമന്ത്രിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്, ബഹുമാനപൂർവ്വം വെല്ലുവിളിക്കുകയാണ്. പാർലമെൻറ്റ് നടപടികളുടെ ഒരു സംക്ഷിപ്ത രൂപം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ കൊടുക്കാം. പാർലമെൻറ്റിൽ ഉന്നയിക്കുന്ന 0 അവർ, പാർലമെൻറ്റിൽ ഉന്നയിക്കുന്ന ക്വസ്റ്റ്യനുകൾ, ചോദ്യങ്ങൾ, ഈ പ്രശ്നങ്ങളൊക്കെ കേന്ദ്രത്തിന് മുന്നിൽ ഉന്നയിക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ UDF MPമാർ പിന്നോക്കം നിന്നു മുഖ്യമന്ത്രി പറഞ്ഞാൽ ഞങ്ങൾ പരസ്യമായിട്ട് മാപ്പ് പറയാൻ തയ്യാറാണ്. തീർച്ചയായും സ്ഥലവും സമയവും നിശ്ചയിച്ചാൽ മതി. കേരളത്തിലെ MPമാരുടെ പ്രവർത്തനത്തെ പറ്റി അറിയില്ലേ അദ്ദേഹത്തിന്? ഞാനല്ല ഡേറ്റ് നിശ്ചയിക്കേണ്ടത്. ഞാൻ ഡേറ്റ് നിശ്ചയിച്ച് നാളെ ആയാലും ഞാൻ തയ്യാറാണ്. മുഖ്യമന്ത്രി പറയുന്ന സ്ഥലത്ത്, മുഖ്യമന്ത്രി പറയുന്ന സമയത്ത് സംവാദം തയ്യാറാണ്. അത് നാളെ ആയാൽ പോലും തയ്യാറാണ്. SIR നടപടികൾക്ക് സംസ്ഥാനം സമയം നീട്ടിച്ചോദിച്ച പശ്ചാത്തലത്തിലും SIR നടപടികൾ 100% പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ ജില്ലയായി കാസർഗോഡ്. ആകെയുള്ള 10,78,251 വോട്ടർമാരിൽ പല കാരണങ്ങളാൽ വിവരങ്ങൾ ശേഖരിക്കാനാവാത്തവരുടെ എണ്ണം 66,871 നേട്ടം കൈവരിക്കാൻ സഹായിച്ച BLOമാരുടെ സേവനത്തിന് നന്ദിയെന്നും അവർക്കെതിരായ അതിക്രമങ്ങളിൽ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ പറഞ്ഞു. മാധ്യമപ്രവർത്തകരോടുള്ള കടക്കപ്പുറത്ത് പ്രയോഗത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാധ്യമപ്രവർത്തകർ വിളിച്ചിടത്ത് മാത്രം പോവുക, വിളിക്കാത്ത ഇടത്ത് വന്നപ്പോഴാണ് പുറത്തു പോകൂ എന്ന് പറഞ്ഞത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിളിച്ചെടുത്തേ പോകാൻ പാടുള്ളൂ, വിളിച്ചെടുത്തേ പോകാൻ പാടുള്ളൂ, വിളിക്കാത്ത സ്ഥലത്ത് പോകാൻ പാടില്ല കേട്ടോ. വിളിക്കാത്ത സ്ഥലത്തല്ല പോയി ഇരിക്കേണ്ടത്. അങ്ങനെ നിങ്ങളിരുന്നാൽ അവിടെ വന്നിട്ട് അല്ല നിങ്ങളൊന്ന് ദയവായി പുറത്തേക്ക് പോകുമെന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ പുറത്ത് കടക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. നേര് നയിച്ച 7 വർഷം.
24 നേര് നയിച്ച 7 വർഷങ്ങൾ. 7ാം പിറന്നാൾ ആഘോഷമാക്കി 24. പിറന്നാൾ ആഘോഷവേളയിൽ 24 ഇന്റർനാഷണൽ എന്ന പുതിയ ഇംഗ്ലീഷ് വാർത്താ ചാനലിന് തുടക്കമായി. ലോകത്തെവിടെയും പ്രതിസന്ധികളിൽപ്പെട്ട മലയാളികൾക്ക് സഹായഹസ്തമാകാൻ മില്യൺ മലയാളി കമ്മ്യൂണിറ്റി എന്ന പേരിൽ വാട്സ്ആപ്പ് കൂട്ടായ്മ ആരംഭിച്ചു. പ്രേക്ഷകർക്ക് പ്രിവിലേജ് കാർഡും പിറന്നാൾ ഉപഹാരമായി 24 പ്രഖ്യാപിച്ചു. 24 തലയെടുപ്പോടെ ചങ്കൂറ്റത്തോടെ 8ാം വർഷത്തിലേക്ക്. 24 നേര് നയിച്ച 7 വർഷങ്ങൾ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, വീട്ടിൽ നിന്ന് കൈയടിക്കുക. ഞങ്ങൾ വാർത്താ മുറിയിലിരുന്ന് കൈയടിക്കുക. വളരെ നമുക്ക് നിങ്ങൾ പകരുന്ന ശക്തി, നമ്മൾ ഒന്നിച്ചു പോകുന്ന ശക്തി, അപ്പം കൂട്ടായ്മയുടെ കരുത്താണ് 24 എന്ന് പറയുന്നത്. 7ാം വാർഷികം ആഘോഷമാക്കി 24. നേരിന്റെയും ധീരതയുടെയും മുഖമായി വരും വർഷങ്ങളിലും 24 പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ചാനലായി തുടരുമെന്ന് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ. നമ്മൾ 7 കൊല്ലങ്ങൾ പൂർത്തിയാക്കുകയാണ്. നമ്മൾ ഒന്നിച്ചുള്ള ഒരു യാത്രയായിരുന്നു. പ്രിയപ്പെട്ട ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും നമ്മൾ ഒന്നിച്ച് ഒരു കുടുംബം പോലെ കഴിഞ്ഞുപോയ 7 കൊല്ലങ്ങളാണ് കടന്നുപോയത്. ഈ 7 കൊല്ലങ്ങൾ നമുക്ക് നൽകുന്ന ഊർജ്ജം ചില്ലറയല്ല. വരുന്ന കൊല്ലങ്ങളിലും നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യും. പിറന്നാൾ ആഘോഷവേളയിൽ 24 ഇന്റർനാഷണൽ എന്ന പുതിയ ഇംഗ്ലീഷ് ചാനലിന് 24 തുടക്കമിട്ടു. ആദ്യം യൂട്യൂബ് ചാനലായി ആരംഭിക്കുന്ന 24 ഇന്റർനാഷണൽ പിന്നീട് പൂർണ്ണ ടെലിവിഷൻ ചാനലായി മാറും. 24 International, we are taking news beyond borders, spreading our wings from the shores of Kerala to the 35 million strong Indian diaspora spread across the world. You are the heartbeat of our journey. മില്യൺ മലയാളി കമ്മ്യൂണിറ്റി അഥവാ MMC എന്ന പേരിൽ ആഗോള മലയാളി കൂട്ടായ്മയ്ക്കും 7ാം വാർഷികാഘോഷവേളയിൽ 24 തുടക്കമിട്ടു. ലോകത്തെവിടെ മലയാളികൾ പ്രതിസന്ധി നേരിട്ടാലും സഹായത്തിനെത്തും വിധം AI സഹായത്തോടെയാണ് ഈ വാട്സാപ്പ് കൂട്ടായ്മ പ്രവർത്തിക്കുക. അപ്പോൾ നമ്മൾ ഈ 1 കൊല്ലം നീളുന്ന പരിപാടിയില്ല, അതല്ലെങ്കിൽ ഈ രാസലഹരിക്കാരെല്ലാവരും കേരളം വിട്ടുപോകുന്ന ആ ദിവസം വരെ നമ്മുടെ ഈ പരിപാടി തുടരും. അപ്പോൾ ഈ 1 ലക്ഷം കമ്മ്യൂണിറ്റി ക്ലബിലേക്ക് നമ്മൾ വരങ്ങേറി MMC മില്യൺ മലയാളി ക്ലബിലേക്ക്, മില്യൺ മലയാളി കമ്മ്യൂണിറ്റിയിലേക്ക് ചേക്കറുക. കൊച്ചിയിലെ ന്യൂസ് ഹെഡ്ക്വാർട്ടേഴ്സിലും വിവിധ ബ്യൂറോകളിലും 24 പിറന്നാൾ ആഘോഷം നടന്നു. 24ന്റെ മലബാർ റീജിയനിലെ പിറന്നാൾ ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. വാർഷികോപഹാരമായി പ്രേക്ഷകർക്ക് 24 പ്രിവിലേജ് കാർഡും പ്രഖ്യാപിച്ചു. കേരളത്തിലുടനീളം വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ആകർഷകമായ ഡിസ്കൗണ്ട് ഈ കാർഡ് വഴി ലഭിക്കും. ന്യൂസ് ഡെസ്ക് 24. രാഹുൽ മാങ്കുട്ടത്തിൽ MLA-ക്കെതിരായ 2ാമത്തെ ബലാത്സംഗ കേസിൽ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച് സംഘം ബംഗളൂരുവിലെത്തി. ഈ കേസിൽ രാഹുലുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നതിന് മുൻപ് മൊഴിയെടുക്കാനാണ് നീക്കം. വിവാഹ വാഗ്ദാനം നൽകി ഹോം സ്റ്റേയിൽ എത്തിച്ച് രാഹുൽ മാങ്കുട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിലാണ് 2ാമത്തെ കേസ്. ബംഗളൂരുവിൽ താമസിക്കുന്ന 23-കാരിയായ അതിജീവിതയുടെ മൊഴിയെടുത്ത ശേഷം മാത്രം തുടർ നടപടികളിലേക്ക് നീങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. AIG G പൂങ്കൊഴിലിക്കാണ് 2ാം കേസിലെ അന്വേഷണ ചുമതല. കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും. അതിജീവിതയുടെ മൊഴിയടങ്ങുന്ന പോലീസ് റിപ്പോർട്ട് കോടതിയിൽ പ്രോസിക്യൂഷന് ബലം നൽകുന്നതാകും. 2023 നടന്ന സംഭവത്തിൽ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും തെളിവ് ശേഖരണം. 10ാം ദിവസവും ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാത്തതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. രാഹുൽ മാങ്കൂട്ടത്തിന് യാതൊരു സംരക്ഷണവും നൽകാത്ത നടപടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചത്. പോലീസിന്റെ കഴിവുകേടല്ല ഇത്. ഈ തെരഞ്ഞെടുപ്പ് 11ാം തീയതി വരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് നീട്ടിക്കൊണ്ടു പോകുക എന്നുള്ളത് ഗവൺമെന്റിന്റെ രാഷ്ട്രീയ തീരുമാനമായിരുന്നു. 15-ന് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടികൂടേണ്ടതില്ല എന്ന നിലപാടിലാണ് SIT. രാഹുലിനെ സഹായിച്ചവരെയും നിരീക്ഷണത്തിൽ നിർത്തും. രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടകയിൽ തന്നെ ഉണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.